ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കേരള മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമ്മൾക്ക് ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സേവ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണാണ് കായം, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതാവുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരുവത്തിലാക്കിയെടുക്കണം ഇത്. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതാവുമ്പോൾ ഒരു കളറും കിട്ടും. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ച മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മളെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിന് ഒരു കട്ടി വേണം. ആ കട്ടിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബൂന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കി വെച്ച മാവ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ തട്ടി കൊടുക്കുക. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോരി. കറിവേപ്പില റെഡിയായി വന്നിട്ടുണ്ട്. ഇതും കൂടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കപ്പ് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. കടല റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം തൊട്ട് ഇതാക്കണ്ട, പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക്. ഇനി ഞാൻ 1/2 കപ്പ് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കുക. പെട്ടെന്ന് കോരി മാറ്റാം കേട്ടോ. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. മിക്സറിലിടുന്ന കടലയാണ്. അത് ഇതും പെട്ടെന്ന് തന്നെ കോരി മാറ്റിയേ. റോസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ്. ഇതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി തൊണ്ടോട് കൂടിയിട്ട് തന്നെ ചതച്ചുള്ളതാണ്. അതും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം.
പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. വെളുത്തുള്ളിയും ഞാൻ കോരിയെടുത്ത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ മാവ് വെച്ച് കൊടുക്കുക. നമ്മൾ സേവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നന്നായി നിറച്ചിട്ട് കുറേശ്ശെ സേവ് ഉണ്ടാക്കി തുടങ്ങും. എണ്ണയിലേക്ക് തന്നെ ഞാൻ സേവ് ഉണ്ടാക്കി തുടങ്ങുകയാണ്. തീ നന്നായി കുറച്ചിടണേ, പെട്ടെന്ന് കരിയുമല്ലെങ്കിൽ. നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ കോരിയെടുത്തു. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ സേവൊക്കെ ഫുള്ള് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സർ മിക്സ് ചെയ്യണം. അപ്പോൾ അത് കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്നിങ്ങനെ പതുക്കെ ആക്കി കൊടുത്താൽ മതി. നമ്മളെ മിക്സറിൻ്റെ ഒരു ഇതിനാക്കിയിട്ട് ഫുള്ളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം ഇതങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് പൊടി പൊടിയാക്കി കളയരുത് കേട്ടോ. മിക്സറിൻ്റെ ഒരു ഷേപ്പിൽ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതൊക്കെ ഇതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഫുള്ളും മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബൂന്തിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പം ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നാക്കി ഫുള്ളും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടാ. ചെറിയ പാത്രമായതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വലിയ പാത്രത്തിൽ കൊടുത്ത് ഇനി നമ്മൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മതിയിട്ടാ. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ വേണ്ടവർക്ക് കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്തിട്ട്, ഒരു എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിലും മുളകും പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. മുളകും പൊടി ചേർത്താൽ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മളെ കേരള സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതാ കണ്ടില്ലേ, നല്ല ബേക്കറിയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. ഹായ്, മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക കമൻറ്റ് ബോക്സിൽ. ഇത് ഒറിജിനൽ മിക്സർ പോലെ തന്നെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒറിജിനൽ മിക്സർ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ബായ്.